ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ 2 മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പുതിയാപ്പൾക്കോര എന്ന് പറയും, പിന്നെ പൂമീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കുറച്ച് മസാലയൊക്കെ പറ്റിയിട്ട് നമ്മൾ റവ ഇട്ടിട്ട് റവയിൽ മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മസാലകളൊക്കെ ഇതിൻ്റെ മേലെ പുരട്ടാനുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പുരട്ടാം. എല്ലാ മസാലയും ഒന്നിട്ടിട്ട് കലക്കിയെടുക്കാനാണ്. കുരുമുളക്, പെരുംജീരകത്തിൻ്റെ പൊടി, പെരുംജീരകമാണ്, മുളകിൻ്റെ പൊടി, രണ്ട് മീനുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ചേറെ മുളകിൻ്റെ ആവശ്യമുണ്ട്. ഇത് കാശ്മീരി മുളകാണ്. പിന്നെ മഞ്ഞളിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോകരുത്. ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വറുക്കാത്ത മല്ലി പൊടിച്ച് വെച്ചതാണ്, വറുത്തിട്ടില്ല. പച്ചമല്ലി പൊടിച്ച് വെക്കില്ലേ, അതുപോലെ പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരച്ചെടുത്തതാണ്. ചെറിയ ഉള്ളി ഇതാണ്, ഇത് ഇതിൽ കൂട്ടി അരച്ചെടുത്തത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായി ചേർത്തെടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചേർത്തെടുത്തിട്ട് മീനൊന്ന് പരത്തി കൊടുക്കാം. നന്നായി ചേർത്തെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്തെടുക്കാം. ഇത് നമുക്ക് മീൻ വെക്കാം. നന്നായി ഉള്ളിലേക്കൊക്കെ ചേരുന്ന വിധത്തിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാം. അതിൻ്റെ മേലെ ഒരു ബ്രഷ് വെച്ച് പരത്തിയാൽ മതി, അല്ലെങ്കിൽ ഇതുമ്പോൾ നല്ല മുള്ളുണ്ടാവും, അതൊക്കെ കൈമുട്ടും. മീനുമലൊക്കെ മസാല കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റവയ്ക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൊരിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകാണ്, അപ്പോൾ എരിവ് വലിയ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. നന്നായി ചേർത്തെടുക്കുക. ഈ റവയിൽ കായം പറ്റി വെച്ച് ഇട്ട് കൊടുക്കുക. ഈ റവ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. എപ്പോൾ മീനും അതൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു ബ്രഷ് എടുത്താൽ മതി. എന്നാലും നമ്മളെ കൈമേലൊന്നും മുള്ളും കുത്തില്ല, ചീത്താവില്ല. ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് മീനും ചെയ്ത് കൊടുക്കാം. പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അരി ഒഴിച്ച് കൊടുക്കാം. റൈസ് കുറച്ചിട്ടിട്ടാണ്
ഉണ്ടോ അതങ്ങനെ പൊട്ടി വരും. കുറച്ച് കറിവേപ്പില, മീനിലേക്ക് വെക്കും. അതായത് അങ്ങനെ മുരിയൊക്കെ നല്ല ക്രിസ്പിയായിട്ട് മുരിഞ്ഞിട്ട് ആ ഒരു പീസ് വെച്ച് കൊടുക്കാം. നെക്സ്റ്റും തിരിച്ച് വെച്ചെടുക്കാം. നല്ല ക്രിസ്പിയായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ വശം മതിയട്ടോ. എന്നിട്ട് നമ്മൾ റവയിൽ മുക്കി പൊരിച്ച മീനൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് മീൻ പൊരിച്ച് നോക്കിയാൽ അങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ, ഇങ്ങനത്തെ മീനൊന്നുമില്ല അടവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനൊക്കെ കിട്ടൂലേ, അപ്പോഴും ചെയ്ത് നോക്കാം. പിന്നെ അയില എല്ലാം ചെയ്ത് നോക്കാം. എല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.